ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NH-ലൂടെ ചീറിപ്പായുന്ന യാത്രക്കാർക്കായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ചീറിപ്പാഞ്ഞോളൂ, പക്ഷെ ചെറിയൊരു ടോൾ കൊടുക്കണമെന്നേ ഉള്ളൂ. കോഴിക്കോട് ദേശീയപാത 66-ലാണല്ലേ? വെങ്ങളം രാമനാട്ടുകര റീച്ച് കടന്നു പോകാൻ ഇനി ടോൾ വേണം. ജനുവരി 1 മുതൽ, അതായത് നാളെ മുതലാണ് ഈ ടോൾ പിരിവ് തുടങ്ങുക. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇതിന് അനുമതി നൽകിയിരിക്കുന്നു. ഇതോടെയാണ് നാളെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ടോൾ പിരിവ് ആരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. ഇനി ഇതുപോലെ ഈ പന്തീരങ്കാവ് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഇന്ന് അർദ്ധരാത്രി മുതൽ ഇവിടെ ടോൾ പിരിവ് തുടങ്ങുകയാണ്. ഇനി ടോൾ കൊടുക്കാതെ ഇവിടുന്ന് വാഹനം കടത്തിവിടില്ല. അതുതന്നെ കാറ്, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് 90 രൂപയാണ് ടോൾ നിരക്ക്. ഇരുവശങ്ങളിലേക്കുമാകുമ്പോൾ അത് 135 രൂപയാകും. മിനി ബസ്, ചെറിയ ചരക്ക് ലോറി എന്നിവയ്ക്ക് 145 രൂപ ഒരു വശത്തേക്ക് ടോൾ നൽകേണ്ടത്. ഇരുവശത്തേക്കുമാകുമ്പോൾ അത് 215 രൂപയുമാണ്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് 300 രൂപയാണ് ടോൾ നിരക്ക്. ഇരുവശത്തേക്കും 455 രൂപ നൽകണം. പ്രദേശവാസികൾക്കും ഒരു ചെറിയ ഇളവുണ്ട് കേട്ടോ. 20 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവരാണെങ്കിൽ 340 രൂപയുടെ ഒരു പാസ് എടുത്താൽ ഒരു മാസം എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. കൃത്യമായ രേഖകൾ കാണിച്ച് ഇവിടുത്തെ ഈ ടോൾ പ്ലാസയിലെ ഓഫീസിലെത്തിയാൽ ആ പാസും സ്വന്തമാക്കാം. വേറൊരു ഇളവ് കൂടിയുണ്ട്. അതായത് നാഷണൽ പെർമിറ്റ് അല്ലാത്ത കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കും ടോളിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് ടോൾ പിരിക്കാനുള്ള ചുമതല. 3 മാസത്തേക്കാണ് കരാർ. 3 മാസം കഴിഞ്ഞാൽ പുതിയ ടെൻഡർ ക്ഷണിക്കും. ടോൾ നിരക്കിലും മാറ്റമുണ്ടാകും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 കോഴിക്കോട്.